യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ട്രെയിനിങ്ങിന് പോകുമ്പോ നിനക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ അതൊക്കെ ഉണ്ടാക്കി തരാം. അതിനിപ്പോ ചേച്ചിയുടെ ഇഷ്ടമൊന്നും നോക്കാൻ നിക്കണ്ട. മാങ്ങാച്ചാറ്, ഇരുമ്പിക്കച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ കുറെ ഇടിച്ചമ്മന്തി, ഇതെല്ലാം ഇരുന്നോട്ടെ അല്ലേ ചേച്ചി? അച്ഛമ്മ കൂടെ വരുന്നോണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ അവിടുത്തെ തണുപ്പിൽ അച്ഛമ്മ എങ്ങനെ പിടിച്ചു വെക്കുന്ന എന്റെ പേടി. എന്തിനാടാ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചേച്ചി ഇടപെടണ്ട. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാ. മാറിയിരിക്കങ്ങോട്ട്. വൈകിയുടെ ഡെലിവറി കഴിയുന്നതും കാത്ത് തപസിരിക്കായിരുന്നു നീ. അത് കഴിഞ്ഞതും ഞങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള ശ്രമവും തുടങ്ങിയല്ലേ നീ? നീ എന്താടി ധരിച്ചു വെച്ചിരിക്കുന്നത്? വൈകിയും ഞാനും തമ്മിൽ അങ്ങ് പിണങ്ങി കഴിഞ്ഞ ഞാൻ വന്ന് നിന്റെ കൂടെ പൊറുക്കൊന്നാണോ? ആണോ? നിർത്തടാ. നീ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്ന് പറയുന്ന ഒരു 4-ാം കിടക്കാരന്റെ കൂടെ ജീവിക്കാൻ മോഹിച്ചും കൊതിച്ചും നടക്കുന്നവളാണെന്നോ? ആണോ? മര്യാദയ്ക്ക് ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. എല്ലാവരും നിന്നെ വെറുതെ വിട്ടതാ. എന്നിട്ട് നീ എന്തിനാണ് ഭ്രാന്തനെ പോലെ വന്നിരുന്ന് ബഹളം വെക്കുന്നത്? അത് തന്നെ എനിക്കും അറിയാൻ വയ്യാത്തത്. അയ്യോടാ, ഒന്നും അറിയാൻ വയ്യാത്ത പഞ്ചപാവം കാണിച്ചു തരാം ഞാൻ. കണ്ടല്ലോ, കണ്ണിറയെ കണ്ടല്ലോ. ഇതെങ്ങനെയാടി വൈകിയുടെ കയ്യിലെത്തിയത്? പറയേണ്ടതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞതാ. എന്നിട്ടും ഈ ഫോട്ടോ വൈകിക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിച്ചു അല്ലേ? തൽക്കാലം ഇത് എന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേലാൽ ഇത്തരം വൃത്തികെട്ട പണിയായിട്ട് ഇറങ്ങിയ ഒന്നാളെ തന്നെ ഞാൻ ചാടി. നിനക്കറിയില്ല ഈ കാർത്തി ആരാണെന്ന്. നീ ആരോടെ കളിക്കുന്നതെന്ന് നീ മറന്നുപോയി. എന്റെ കുടുംബം തകർക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ഇല്ല, കുഴപ്പമില്ല. പെണ്ണുങ്ങളുടെ മുമ്പിൽ വന്ന് കൂടുതൽ ആണത്തം കാണിക്കില്ലേ കാർത്തി? ഇവക്കൊരു കെട്ടിയനുണ്ട്, അത് മറക്കല്ലേ നീ? എന്താടാ മിണ്ടാത്തെ? ഇനി നീ ഈ വീട്ടിൽ നിന്നോ എല്ലാവരും കൂടി ചേർന്ന് ഔദാര്യമായി നിനക്ക് തന്ന ഈ ജീവനുണ്ടല്ലോ, അതെടുക്കുന്നതേ വിനീതായിരിക്കും. ജീവൻ വേണമെങ്കിൽ ഇറങ്ങി പോടാ വെളിയില്. നിന്നോടല്ലടെ ഇറങ്ങി പോവാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ഭർത്താവിനെ മരുമകനെ ജയിലിൽ വിടാൻ പറ്റില്ല. ഇറങ്ങി പോടാ വെളിയില്. പോവാൻ പറഞ്ഞില്ലേ? ഇറങ്ങടാ വെളിയില്. ഇട ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങടാ. ഇടാ, ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ വീട്ടിന്ന്. ഇട ഇറങ്ങാൻ. ഇറങ്ങി പോവാനാ പറഞ്ഞത്.
ഒരു നിമിഷം നീ ഇവിടെ നിന്നോ. തല വെട്ടിയഴിഞ്ഞ് നിലത്തടിഞ്ഞ് ഇറങ്ങി പോടാ. വെറും വാക്ക് പറയാണെന്ന് കരുതണ്ട നീ. എന്നെയും വൈകിയും തമ്മിൽ പിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ മാത്രമല്ല ഈ കുടുംബം ഒന്നടങ്കം കുളം തോണ്ടും ഞാൻ. ഇറങ്ങി പോടാ വെളിയില്. നീ പറയുന്നതും വെറുതെ അല്ല. ഇനിയൊരു വാക്ക് നീ ഇവിടെ നിന്ന് മിണ്ടിയ ഈ കത്തി നിന്റെ കഴുത്തിൽ വീണിരിക്കും. ഈ മായാന്റിയെ വിളിച്ചിട്ട് കൊറേ നേരമായല്ലോ. എവിടെ പോയേക്കേ മായാന്റി? ആന്റിക്കേ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്മ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മായ, മായ. ആ, ഞാൻ എത്തി മാഡം. മായ, കുറച്ചു നേരം മോളുടെ അടുത്തിരിക്കെ. ഞാൻ റെസ്റ്റ് റൂമിൽ ഒന്ന് പോയിട്ട് വരാം. പോയിട്ട് വാ. ഓയ് കുഞ്ഞാവേ, ചെല്ലക്കുട്ടി, അമ്മ പാല് തന്നായിരുന്നോ? ഓയ് ഉമ്മ. ഓ ചക്കരേ, വാ ആന്റി അടുത്ത് മടിയെ വെക്കാം. ഓ മുത്തുവാ. ഓ എന്ത് മക്കളെ, ആന്റിയുടെ സുന്ദരി കുട്ടിയല്ലേ? ആണോ? പാല് വേണോ? ഓ അയ്യോടാ, കരച്ചില് വരുന്നല്ലോ. കരയണ്ട കരയണ്ട, അമ്മ ഇപ്പൊ വരും കേട്ടോ. ആ കരയല്ലേ കരയല്ലേ. എന്താ എന്തു പറ്റി മായ? ഇങ്ങത്താ. മാഡം, ഈ പ്രായത്തിലെ കുട്ടികളെ ഇങ്ങനെ എടുക്കാൻ പാടില്ല. കഴുത്തുറക്കാത്ത കുട്ടികളാ. തല താങ്ങി വേണം എടുക്കാൻ. സൂക്ഷിച്ച്. ആ ഇങ്ങനെ.